Hi, welcome to Love Some Swish. This is Harida. Hope you all are good. ഇത് അങ്കിത ആൻഡ് രഞ്ജിനി. ഓക്കെ, അപ്പം ഞങ്ങളിപ്പോൾ FLTCയിലാണ് നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ 10ാമത്തെ ദിവസമാണ്. 10 ദിവസത്തെ ക്വാറന്റൈൻ ഡേയ്സിന് ശേഷം ഞങ്ങൾ റിലീസ് ആവാൻ പോവാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ടെസ്റ്റ് ഇതുപോലെയല്ല. അന്ന് എങ്ങനെയുണ്ടായിരുന്നു അങ്കിത ടെസ്റ്റ്? ഹെവി പെയിൻ, നല്ല പെയിൻ ആയിരുന്നു, ഭയങ്കര പെയിൻ ആയിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോഴും ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ ഒരു പെയിൻ ഇരിക്കണ പോലെ. ബോഡി വീക്ക് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പെയിൻഫുൾ ആയതാണെന്ന് അറിയില്ല. എന്താണെങ്കിലും ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു, നെഗറ്റീവായി. അപ്പം നമ്മളിത് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇനി FLTCയിൽ എങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ലൈഫ്, എങ്ങനെ നമ്മളിവിടെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പം നമ്മൾ FLTCയിലേക്ക് പോവാണല്ലോ. ഞാൻ ഇങ്ങനെ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുകയായിരുന്നു. കാരണം അവിടെ ഫുള്ള് വയസ്സായ ആൾക്കാരാണ്, കമ്പനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരു അടിപൊളി കമ്പനി ഉണ്ട്. ആദ്യമായിട്ട് ആംബുലൻസ് കയറി ട്രിപ്പിംഗ് ആണ്. ഇതാണ് നമ്മളെ ഡ്രൈവർ. ഈ ഡ്രൈവർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ പഠിച്ച കോളേജിലാണ് ഞാൻ പഠിക്കണത്. ഏതാ മോനെ സബ്ജക്ട്? BA മലയാളം ലിറ്ററേച്ചർ. അപ്പൊ ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടിയാട്ടോ. അപ്പൊ നമ്മള് 10 ദിവസം വേണ്ടിയിട്ടില്ല അല്ലേ? വേഗം നമുക്ക് ഓക്കെ ആക്കാം, ചില്ലാക്കിട്ട് വരാം. അപ്പം ഞാൻ നെക്സ്റ്റ് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കോഴിക്കോടുള്ള കാരപ്പറമ്പ് ഹോമിയോ കോളേജിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്കാണ് ഇപ്പോൾ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെ ഈ ഇങ്ങനെ പോസിറ്റീവായിട്ട് കൊണ്ടുവന്ന ആൾക്കാർ തന്നെയാണ്. ഇവിടെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കായിട്ട് അവരൊരു ഫയൽ എടുക്കും. എന്നിട്ട് ആ ഫയലിനകത്ത് നമ്മുടെ പേര്, നമുക്ക് എന്നാണ് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ എഴുതി വയ്ക്കും. പിന്നെ അതിൻ്റെ കൂടെ അവർ പൾസും നമ്മുടെ പ്രഷറും എടുത്തതിന് ശേഷമാണ് റൂം അലോട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ കൊണ്ട് ആദ്യത്തെ ഫ്ലോറിൽ തന്നെയാണ് വന്നത്. ആദ്യത്തെ ഫ്ലോറിൽ പെണ്ണുങ്ങളുടെ വാർഡാണ്, രണ്ടാമത്തെ ഫ്ലോറിലും പെണ്ണുങ്ങളുടെ വാർഡ് തന്നെയാണ്. മൂന്നാമത്തെ ഫ്ലോറിൽ എത്തുന്ന സമയത്ത് ആണുങ്ങളുടെ വാർഡാണ്. കണ്ടോ എത്ര നീറ്റായിട്ടാണ് അവർ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടു നടക്കുന്നതെന്ന്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ടോയ്ലറ്റ് ആയാലും വാർഡായാലും ഒക്കെ എപ്പോഴും അവർ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും നല്ല ടെൻഷനായിരുന്നു. എങ്ങനെയായിരിക്കും ഇവിടം, അല്ലെങ്കിൽ ഇവിടുത്തെ രീതികൾ എങ്ങനെയായിരിക്കും, നമുക്കിങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് ശരിക്കും വീടല്ലേ സുഖം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വാർഡ്, ഫസ്റ്റത്തെ വുമൻ വാർഡ്. ഇതിനകത്ത് നമുക്ക് അലോട്ട് ചെയ്ത സ്ഥലം രണ്ടാമത്തെയും മൂന്നാമത്തെയും ബെഡാണ്. പാടെ കുളിച്ചൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴേക്കും 7:30 7:30ക്കാണ് ഇവിടുത്തെ ഫുഡ്. രാത്രി എന്നും ചപ്പാത്തിയാണ്. ചപ്പാത്തിയും എന്തെങ്കിലും കറികളും ഒക്കെ ആയിട്ടായിരിക്കും ഡിന്നർ ഉണ്ടാവുക. ഇതാണ് അങ്കിതയാണ് നമ്മൾ ആംബുലൻസിൽ ഒന്നിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു സമയത്തൊക്കെ ആയിരിക്കും ഇവിടെ നിന്ന് പോവാം. ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താ അങ്കിത? വെള്ളം കുടിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അതും ഇവിടുന്ന് ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ, സാധാരണ ഇപ്പോൾ ചൂടുവെള്ളം തിളപ്പിച്ച് ആറ്റിയിട്ട് കുടിച്ചാൽ പോലും പോരാ, ഒരിളം ചൂടോടെ തന്നെ കുടിക്കണം. ചൂട് ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്താണ് ഇതിന് സർക്കുലേറ്റ് ചെയ്യുന്നത് കുറച്ച് കുറയുക. കോവിഡ് അങ്ങനെ അധികം വ്യാപിക്കാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് ആവുന്ന എന്തെങ്കിലും ഒരു ധാരണ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ലോണം കുറച്ച് ഇളം ചൂടായിട്ട് നല്ലോണം ചൂടുവെള്ളം കുടിക്കുക. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇവിടെയാണ് ഞങ്ങൾ കുടിവെള്ളം. ഇവിടുന്ന് വെള്ളം ഒരു റൂമുണ്ട് അപ്പുറത്ത്, ഞാൻ കാണിച്ചു തരാം. ആ റൂമിനകത്ത് പോയിട്ട് ഹീറ്ററിൽ വെള്ളം ചൂടാക്കുക. അതായത് അപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് കുടിക്കാനുള്ള ഇതിലാണ് ഇവിടെ റെഡിയാക്കി വെച്ചേക്കണേ. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് വരേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോരേണ്ടി വന്നപ്പോൾ കൈ കിട്ടി എന്തൊക്കെയോ സാധനങ്ങൾ വാരിയെടുത്തിട്ട് പോകുന്നതാണ്. പക്ഷെ ചൂട് നിൽക്കുന്ന ഒരു ഫ്ലാസ്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും കൈ കരുതേണ്ടതാണ്. കാരണം നമ്മൾ ചൂടുവെള്ളമാണ് എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ നമുക്ക് ആവി പിടിക്കണം എന്നുണ്ടെങ്കിൽ ആവി പിടിക്കുന്ന ഒരു സാധനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കയ്യിൽ കരുതാൻ എപ്പോഴും. ഇവിടെ ഫുഡ് തരുന്ന റൂമിനകത്ത് ഇങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ അറിവിലേക്കും കൂടി ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈവൻ പേഷ്യൻസ് ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും മാസ്ക് ഇട്ട് മാത്രമേ അവിടെ നടക്കാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മാസ്ക് ഇട്ടിട്ടായിരുന്നു, ഈവൻ ഉറങ്ങുമ്പോൾ പോലും മാസ്ക് ഇട്ടിട്ടായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. നമ്മൾ ശ്വാസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ കോവിഡ് ആവുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ കൂടുതലും സർജിക്കൽ മാസ്കുകളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിമാർ വരെ PPE കിറ്റൊക്കെ ഇട്ട് വളരെ സേഫായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്.
അവർ ശരിക്കും നമ്മളെ എല്ലാ കാര്യങ്ങളിലും വഴക്കൊക്കെ പറയായിരുന്നു, അത് പേപ്പർ അവിടെ ഇടുന്നതിനും മുടി അവിടെ ഇടുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ. പക്ഷെ അതുകൊണ്ട് തന്നെ വാർഡൊക്കെ വളരെ നീറ്റായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അത് അവരുടെ ഒരു ശരിക്കും അവർ അത്രയും നന്നായിട്ട് അത് നോക്കുന്നതുകൊണ്ട് തന്നെയാണ്, സമ്മതിക്കാതെ വയ്യ. രാവിലെ 5:45 തന്നെ അവർ ഡോക്ടേഴ്സ് വന്നിട്ട് നമ്മുടെ പൾസ് എടുത്തിട്ട് പോകും. പിന്നെ അതിനുശേഷം 7:30ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നേരത്തെ എണീക്കാതിരുന്നാൽ നമ്മുടെ ഫുഡ് മിസ്സാവും. രാവിലെ 2ാമത്തെ ദിവസം രാവിലെ എണീച്ചപ്പോൾ തന്നെ കാലും കൈയും ഒന്നും അനക്കാൻ വയ്യ, അത്രയും ബോഡി പെയിൻ ആയിരുന്നു. അത് സഹിക്കാൻ വയ്യാത്തൊരു ബോഡി. എന്താണ് നമുക്ക് ഉപ്പുമാവാണ്. ഇന്ന് എത്രാമത്തെ ദിവസം? ഇന്ന് 2ാമത്തെ ദിവസം. 2ാമത്തെ ദിവസം ഉപ്പുമാവും മധുരമില്ലാത്ത ചായ ഞങ്ങൾ മധുരം ഉണ്ടാക്കിച്ചു. ഇവിടെ കുപ്പായവും മാറ്റില്ല, കുളിക്കലും ഇല്ല കേട്ടോ. ആരതി ഇന്ന് പോവാട്ടോ, ഇന്ന് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ഹായ് പറയാം ആരതി. ഇങ്ങനെ നോക്കിയേ കാണട്ടെ. അരേ വാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 10:30യുടെ മുന്നേ ആയിട്ട് ഡോക്ടേഴ്സ് വരും. ഡോക്ടേഴ്സ് വന്നതിന് ശേഷം നമുക്കിപ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, ക്ഷീണം തോന്നുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കപ്പോൾ എന്തൊക്കെ മെഡിസിൻസ് ആണോ തരേണ്ടത് അതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പോകും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ മരുന്നൊക്കെ തരുന്ന നഴ്സുമാരും അവരൊരു ട്രോളി പോലുള്ളൊരു സാധനം ഉന്തിയിട്ടാണ് വരിക. അതിനകത്ത് നിറയെ മരുന്നുകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫയൽ നോക്കിയിട്ട് അതിനകത്ത് എന്ത് മരുന്നൊക്കെയാണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നമുക്കത് തരും. ഈ 2 ടാബ്ലറ്റാണ് ഡോക്ടർ എനിക്ക് എഴുതിയിരിക്കുന്നത്. ഇത് വിറ്റാമിൻ ടാബ്ലറ്റാണ്, അതായത് ബി കോംപ്ലക്സിൻ്റെ ടാബ്ലറ്റും പിന്നെ മറ്റ് ടാബ്ലറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ 2 ടാബ്ലറ്റാണ് തന്നിരിക്കുന്നത്. ഓരോ ദിവസം ഓരോന്ന് വീതം കഴിക്കണം. ഉച്ചയ്ക്ക് ചോറിനതിൻ്റെ മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വരും. ഈ അനൗൺസ്മെൻറ്റിൽ പേരുണ്ടാവണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കും. കാരണം എന്താ വെച്ചാൽ അന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകളാണ് ഈ വിളിക്കുന്നത്. പേരും വയസ്സും സഹിതം വിളിക്കും. അപ്പോൾ നമ്മൾ താഴേക്ക് ചെന്ന് അന്നത്തെ ടെസ്റ്റ് ആർക്കൊക്കെയാണോ 10 ദിവസം ആയത്, ക്യൂർ ആയതെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ അവർക്ക് വീട്ടിൽ പോവാം. കഴിക്കെങ്കിലാ കഴിക്ക്. ഇതാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ്. ഇത് സെക്കൻഡ് അല്ലേ, വന്നിട്ട് സെക്കൻഡ്. ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടാക്കിയതാ രക്ഷയിട്ടല്ലേ, എന്നാലും സാരില്ല, എത്രയെങ്കിലും കിട്ടണ്ടല്ലോ. ഇത് ആരതി ഇന്ന് പോവാണ് കേട്ടോ. ആരതിയുടെ നെഗറ്റീവായി. ആരതിക്ക് എന്താ തോന്നുന്നു? കഷ്ടപ്പെട്ട് നിൽക്കായിരുന്നു ഇവിടെ. ആണോ? വീട്ടിൽ പോണ സന്തോഷത്തിലാണ് ആരതി. അപ്പോൾ ഈ വീട്ടിൽ പോയിട്ട് ആരതി എന്താ പ്ലാൻ? 7 ദിവസം ക്വാറന്റൈൻ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു വർക്ക്, ബാക്ക് ടു ലൈഫ്. ആരതിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കോവിഡ് ആയ സമയത്ത്? പനിയൊന്നും ഉണ്ടായിരുന്നില്ല, ശ്വാസമുട്ടും നെഞ്ചുവേനയും. ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ നല്ല ക്യൂറായിട്ട് നല്ല ആരോഗ്യവതികളായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ശരിക്കും മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെയാണ്. വീണ്ടും വൈകുന്നേരം ഒരു 4:45 ആവുന്ന സമയത്ത് ഡോക്ടേഴ്സ് വന്ന് പൾസൊക്കെ എടുത്തതിന് ശേഷം പോകും. അത് നമ്മുടെ ഒരു ഫയൽ ബുക്ക് ഉണ്ട് ഓരോരുത്തർക്കും, അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കും. എൻ്റെ ഫയൽ ബുക്കാണിത്. ഡിന്നർ 7:30ക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് വിശക്കാൻ തുടങ്ങും. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും വിശക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിക്കും. ഒന്നെങ്കിൽ ഓറഞ്ച് കഴിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ കോഴിക്കോട്ടുകാർ ഉറുമാമ്പഴം എന്ന് പറയുന്ന പോംഗ്രാനൈറ്റ് കഴിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ രാത്രി കിടക്കണതിന് മുന്നേ കഴിക്കാൻ വരുന്ന സമയത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ അത്. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസത്തെ എന്തൊക്കെ സംഭവിക്കും FLTCയിൽ എന്നുള്ള കാര്യം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ എത്രയോ ദിവസം ഇതിൽ കൂടെയൊക്കെ പുറത്തേക്ക് നോക്കി മരുന്നുമൊക്കെ ആയിട്ട് ഇങ്ങനെ 10 ദിവസം കഴിച്ചു കിട്ടി. 7 days ക്വാറന്റൈൻ ഇരിക്കണം. അതുപോലെ തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട മരുന്നുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയും. 10 ദിവസത്തെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ വരുമ്പോൾ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട് വിട്ടിട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ
വീട്ടിലുള്ള അതേ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. അത് ഡോക്ടേഴ്സ് ഒക്കെ തന്നെയാണെങ്കിലും നമുക്ക് എന്ത് സിംറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞാലും അപ്പോഴേക്കും ഓടി പോസിറ്റീവായിട്ടാണ് നമ്മളടുത്ത് സംസാരിച്ചിട്ടുണ്ടായത്. പിന്നെന്താ, ഫുഡിന്റെ കാര്യമൊന്നുമില്ല. നോൺ വെജ് സൺഡേ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഫുഡൊക്കെ അടിപൊളിയാണ്. 5 ടൈം നമുക്ക് ഇവിടെ വെള്ളം കുടിക്കാനും ഫുഡ് കഴിക്കാനും മാത്രമേ ടൈം കിട്ടിയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോഴേക്കും തന്നെ ഓക്കെ ആവുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. സിംറ്റംസ് ഒക്കെ എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം പനിച്ചു അല്ലേ, പനിച്ചു. ഇവിടെ വന്നതിന്റെ പിറ്റേന്ന് തന്നെ കാല് വേദനിക്കുകയും അങ്ങനെ കൈ വേദനിക്കുകയും ബോഡി പെയിൻ നല്ലതായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്മെല്ലും ടേസ്റ്റും പോയിട്ടില്ലല്ലോ. പിന്നെ വെള്ളം കൂടിയാണ് ഇതിന്റെ മെയിൻ. അപ്പോൾ ആര് വന്നാലും നന്നായിട്ട് വെള്ളം കുടിക്കുക, അതേപോലെ ഫുഡ് നന്നായിട്ട് കഴിക്കാം. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഞങ്ങളുടെ മമ്മീസാണ്, ഇവിടുത്തെ കോവിഡ് മമ്മീസ്. ഇവിടെ FLTCയിൽ വന്നുകൊണ്ട് എന്തായാലും ഒരുപാട് പേരെ പരിചയപ്പെടാനും അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് ബുദ്ധിമുട്ട് വരുന്നത്. കോവിഡ് ആയാലും ഒരേ സിംറ്റംസ് അല്ല എല്ലാവർക്കും വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഏജ് ഗ്രൂപ്പിന്റെയോ വൈറസിന്റെ മ്യൂട്ടേറ്റഡ് വണ്ണിന്റെയോ ഒക്കെ ആയിരിക്കും ഏകദേശം ഒരേപോലെയുള്ള സിംറ്റംസ് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ FLTCയിലെ ഇത്രയും വിശേഷങ്ങളും ശരിക്കും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഈ PPE കിറ്റ് ഇട്ടിട്ട് നമുക്ക് ഈ സാധാ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ചൂടാണ്, ഭയങ്കര ചൂടാണ്. അപ്പൊ ഈ PPE കിറ്റ് ഇട്ടിട്ട് ഫുൾ ടൈം അവര് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക, നമ്മളെ കെയർ ചെയ്യുക, ഫുൾ ടൈം അവൈലബിൾ ആണ് കേട്ടോ. എന്ത് കാര്യത്തിന് വിളിച്ചാലും അവൈലബിൾ. രാത്രി കിടക്കാൻ നേരത്തെ രാവിലെ 5:45 അവര് വരും പൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളെ വിരൽ കൊടുക്കണം. അപ്പൊ അവര് ചെക്ക് ചെയ്തിട്ട് പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും വരും. അങ്ങനെ ഫുൾ ടൈം നമ്മളങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഫുൾ ടൈം ഇവിടെ കെയർ ആണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടുത്തെ ചേട്ടന്മാരായിക്കോട്ടെ, അവരൊന്നും ഇപ്പം ക്യാഷിനോ അല്ലെങ്കിൽ സാലറിക്കോ ഒന്നും വേണ്ടിയിട്ടല്ല. അവർ അത്രയും ഒരു സർവീസ് എന്നുള്ള രീതിക്കാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ രാത്രി വന്ന് നമ്മൾ മൈൻഡ് കൂളാക്കിയിട്ടേ അവർ കിടത്തുള്ളൂ. അങ്ങനെ അത്രയും നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റും ഒക്കെയാണ്. ശരിക്കും ഒരു തംസപ്പ് കൊടുക്കാം അല്ലെ? തംസപ്പ് അല്ല, ശരിക്കും സല്യൂട്ടാണ് കൊടുക്കേണ്ടത്. പൊളിയാണ്, സൂപ്പറാണ്. നിങ്ങളെ ഇവിടെ ഉള്ള 10 ദിവസം എങ്ങനെ ഉണ്ടേനി? 10 ദിവസമൊക്കെ ഞാൻ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നു. ബുക്കിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ബുക്കിൽ 10 ദിവസത്തെ ഓരോ കാര്യങ്ങളും എഴുതിയിരിക്കുന്നു. ഇവിടെ ഡോക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? സാറാ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിനോ? ഒരു ബുദ്ധിമുട്ടില്ല, സൂപ്പറാണ്. സൂപ്പർ. എന്നാ പോവല്ലേ? ഓ, ഈ വന്ന ഓട്ടോ നമ്മുടേതല്ലേ? ഞങ്ങൾക്ക് വന്നല്ലേ?